പാതിവില തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കുകയാണ്. സീഡ് സൊസൈറ്റി പ്രതിനിധികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. അനന്തകൃഷ്ണൻ 9.5 കോടി രൂപ തട്ടിയെന്ന് മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി പ്രതിനിധികൾ മൊഴി നൽകി. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിശദാംശങ്ങൾ. രോഹിണി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ECI രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ തുടർ നടപടികളിലേക്ക് കടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടാണ് പരാതിക്കാരുടെയും ഒപ്പം തന്നെ സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു പ്രധാനമായും അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത്. ഈ സീഡ് സൊസൈറ്റി ഭാരവാഹികളെയും അനന്തകൃഷ്ണൻ കബളിപ്പിക്കുകയായിരുന്നു എന്ന പരാതികൾ വ്യാപകമായി ഉയർന്നു. വിവിധ യൂണിറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകിയിരുന്നു. ഇത്തരത്തിൽ സീഡ് സൊസൈറ്റി പ്രതിനിധികളുടെ മൊഴികളാണ് ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി പ്രതിനിധികൾ ഇന്ന് ഹാജരായി. ഒപ്പം തന്നെ കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളോടും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രധാനമായും ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയത്, ഈ തട്ടിപ്പിലൂടെ എത്ര പണം തട്ടിപ്പ് നടത്തി സ്വരൂപിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ കണക്കുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആളുകളും ഏതെല്ലാം അക്കൗണ്ടുകളിലൂടെയാണ് ഈ പണം ക്രയവിക്രയം ചെയ്തിരുന്നത്, അതിന്റെ ഇടപാടുകൾ പ്രധാനമായും നടത്തിയിരുന്നത് എന്നത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വലിയ തുക ഈ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് ബിനാമി പേരുകളിൽ കേരളത്തിന് പുറത്ത് നിരവധി ഭാഗങ്ങളിൽ ഭൂമി അടക്കം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നെല്ലാമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ചെല്ലാമുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. 9.5 കോടിയോളം രൂപ തങ്ങളെ മാത്രം അനന്തകൃഷ്ണൻ തട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ചോദ്യം ചെയ്യലിന് ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തുന്നതിനായി അല്പം മുമ്പ് എത്തിയപ്പോൾ മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി പ്രതിനിധികൾ വ്യക്തമാക്കിയത്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ സീഡ് സൊസൈറ്റികളുടെ പേരിൽ തട്ടിപ്പുകൾ അനന്തകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. നേരത്തെ പോലീസ് ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് കേസുകളിൽ പ്രതികളായവർക്ക് പുറമെ മറ്റു നിരവധി പേർ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ പ്രതിയാകുമെന്നാണ് വ്യക്തമാകുന്നത്. കാരണം അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയ ആളുകളടക്കം പ്രതിപട്ടികയിലേക്ക് എത്തും. ഈ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ അന്വേഷണ സംഘം പ്രധാനമായും ശേഖരിക്കുന്നുണ്ട്. മാത്രമല്ല, നേരിട്ട് അനന്തകൃഷ്ണനെ പോലെ തന്നെ ഈ തട്ടിപ്പിന്റെ ഭാഗമായ നിരവധി ആളുകളുണ്ട് എന്നത് തന്നെയാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വിവരശേഖരണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായത്. മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ECI രജിസ്റ്റർ ചെയ്ത് ED അന്വേഷണത്തിലേക്ക് കടന്നതും ഇപ്പോൾ വിവിധ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നതും. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.